സുഹൃത്തുക്കളും, ഈ മെയ് മാസത്തെ ഫലം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഈ രീതിയിലുള്ളൊരു ചാർട്ട്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത്, അല്ലെന്നൊരു ട്രാവല്, വെൽത്ത്, അതുപോലെ ലക്ക്, റിലേഷൻഷിപ്പ്, ഫൈനാൻസ്, സ്റ്റഡി. അപ്പൊ ഇത്രയും കാര്യങ്ങള് എങ്ങനെയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഹെൽത്തിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓരോ ആൾക്കാരുടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ നാളിന്റെ ആയിട്ട് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് 4 സ്റ്റാർ കാണും, ചിലർക്ക് 3 സ്റ്റാർ കാണും. അതുപോലെ കരിയർ, ഫൈനാൻസ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രഡിക്ഷൻ പാർട്ട് നമ്മൾ നോക്കുമ്പോൾ ചൊവ്വായെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും ചൊവ്വായെ അതുപോലെ കേതു, രാഹുക്കള് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും പല ആൾക്കാരുടെ ബർത്ത് ചാർട്ടില് ചൊവ്വ, കേതു ഇങ്ങനെയൊക്കെയുള്ള പ്ലാനറ്റുകൾ കണക്ട് ആയി നിന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ട്രാൻസിഷനിൽ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പോവുക, കേതു പോയിട്ട് കേതുവിന്റെ മേളിൽ കൂടെ കേതു കണക്ട് ആകുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷന് ആക്സിഡന്റ് പറ്റിയിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ആക്സിഡന്റ് പറ്റുന്ന ആൾക്കാരുണ്ടെന്ന രീതിയിൽ നമുക്ക് ബ്ലഡ് റെമഡി എന്നുള്ള റെമഡി ചെയ്യാം. അതല്ലെന്ന രീതിയിൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക. ഇതല്ലെന്ന രീതിയിൽ ആ ഒരു പീരീഡിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആയിട്ടുള്ളൊരു കാഠിന്യത്തിന് കുറവ് വരുമെന്നുള്ളത് മനസ്സിലാക്കുക. പല ആൾക്കാർക്കും കംപ്ലൈന്റ് ഉണ്ട് വീഡിയോ ലോങ് ആയി പോകുന്നെന്ന്. അപ്പൊ നമ്മൾ ഇത് വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളിലൂടെ കവർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത്, ശുക്രന്റെ വീഡിയോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചൈൽഡ് ബർത്തുമായിട്ടുള്ള ഓരോ ആൾക്കാർക്ക് അബോർഷന്, അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ IVF, അഡോപ്ഷന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ പല സബ്ജക്റ്റും നമ്മുടെ പല വീഡിയോയ്ക്കകത്ത് ഒന്നി വാസ്തുവിന്റെ ആയിരിക്കും, ന്യൂമറോളജി ആയിരിക്കും, മൊബൈൽ ന്യൂമറോളജി ആയിരിക്കും, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അല്ലെ ചില യോഗങ്ങളെ, ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഓരോ പല വീഡിയോയിലായിട്ട് കയറ്റിവിടുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും നമ്മൾ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ 5 to 7 മിനിറ്റ് നിർത്തത്തക്ക രീതിയിലുള്ള ഇതാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഇത് രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. ലഗ്നം വെച്ച് കറക്റ്റ് ഓരോരുത്തരെ നോക്കിക്കഴിഞ്ഞാൽ 100% അക്യുറേറ്റ് ആകുള്ളൂ എന്ന് മനസ്സിലാക്കും. കർക്കടകൻ രാശി എന്ന് പറഞ്ഞാൽ ക്യാൻസർ. ഇപ്പൊ ഇതിനകത്തെ നാളുകളെ നോക്കിക്കഴിഞ്ഞാൽ പുണർദം, പൂയം, ആയില്യം. പുണർദത്തിന്റെ ഒടുവിലത്തെ ഒരു പാദം പൂയം, ആയില്യം എന്നിവയാണ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാല് പുണർദത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ്, ശനികർമ്മയാണ്. പൂയത്തെ കൺട്രോൾ ചെയ്യുന്ന ശനിയാണ്, രാഹുകർമ്മയാണ്. അതുപോലെ ആയില്യത്തെ കൺട്രോൾ ചെയ്യുന്ന ബുധനാണ്, സൂര്യകർമ്മയാണ്. ഇതിന്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അപ്പൊ നിങ്ങളുടെ ഈ കർമ്മ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇവർക്ക് ഈ ഒരു രാശിക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞാല് സഹോദരങ്ങളെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ ഉള്ള സഹോദരങ്ങളൊക്കെ ഉണ്ടെന്നൊരു നാട്ടിൽ തിരിച്ചെത്താനോ, അല്ലെ അവരുമായിട്ട് കണ്ട് നല്ല നർമ്മസല്ലാപങ്ങളൊക്കെ നടത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ പുലർത്താൻ, ചില അയൽവക്കക്കാരുമായിട്ടൊക്കെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെന്ന് ഇത് പറഞ്ഞു തീർക്കാനും അങ്ങനെയൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക്. അതുപോലെ പ്രോപ്പർട്ടിയൊക്കെ വീതം വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള നല്ല പ്രണയം, അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുവാനുള്ള സാധ്യത, ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത, ട്രേഡിങ്, ഷെയർ മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നവർക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പുതിയ വിവാഹാലോചനകൾ വരാനും കല്യാണം നടത്താനും അതുപോലെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ ഹസ്ബൻഡ് വൈഫൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബന്ധം, നല്ല റിലേഷൻഷിപ്പ് പുലർത്താൻ, നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങൾ പങ്കിടാൻ ബിസിനസ് പാർട്ട്നേഴ്സിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പൊ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് വെരി ഇമ്പോർട്ടന്റ് ആണ്. മലയാളത്തിൽ ഇതുവരെ ഈ പറഞ്ഞ മാതിരി ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ചാർട്ടാണ്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് 4, അതുപോലെ ട്രാവല് 4, അതുപോലെ വെൽത്ത് 3, ലക്ക് 3, റിലേഷൻഷിപ്പ് 4, പിന്നെ ഫൈനാൻസ് 3, 3 ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ഉള്ള പ്രഡിക്ഷന്, അങ്ങനെയുള്ള മന്ത്ലി ഉള്ള പ്രഡിക്ഷന്, അതല്ലെന്നിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാനെടുക്കാനൊക്കെ ഉള്ള നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ നാളിനെ പറ്റിയും വിശദമായിട്ടുള്ള അറിയാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഇങ്ങനെ സ്റ്റാർ വെച്ചിട്ട് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് അല്ലെന്നിട്ട് നമ്മുടെ വീക്കിലി ഉള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാനെടുക്കാനും അത് കാണാനും എടുക്കാനും ഫസ്റ്റ് ഇത് ഇറങ്ങുന്നുണ്ട് തന്നെ കാണാനും എടുക്കാനും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാനും
നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു രീതിയിൽ ഒരാൾ ഇന്നുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ പ്രഡിക്ഷൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ബിസിനസ് പാർട്ട്നേഴ്സിനെ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ കൂട്ടുകച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാകാൻ, പുതിയ എഗ്രിമെന്റ് കരാറുകളൊക്കെ കിട്ടാൻ, ലോങ് ടൈം ആയിട്ട് ചിലപ്പം മുടങ്ങിക്കിടക്കുന്നതായിട്ട് ക്രെഡിറ്റ് ഒക്കെ ഉണ്ട്. ലോങ് ടൈം ക്രെഡിറ്റ് ഒക്കെ കിട്ടുകയില്ലെന്ന് കൊണ്ട് വിചാരിച്ചിരുന്ന എഴുതി തള്ളിയിട്ടുള്ളതായിട്ടുള്ള അങ്ങനെയുള്ള കിട്ടാക്കടങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യത, പ്രൊഫഷണൽ ഗെയിൻ ത്രൂ ദ കറസ്പോണ്ടൻസ്, എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാന്, ജോലിക്ക് ഒരു പെർമനന്റ് അല്ലെങ്കിൽ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാന് അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങള്, അതുപോലെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങള്. മെയ് 14 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഓൺലൈൻ ജോബ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മെയ് 14 കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ ജോലി കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഈ 14 കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പുതിയ ജോലി തരപ്പെടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ഫൈനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ എന്തെങ്കിലും ലോണൊക്കെ അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് അത് പാസ്സായി വരാന്, അല്ലെങ്കിൽ ഒരു പുതിയ ക്രെഡിറ്റ് കാർഡൊക്കെ അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടാന്, അല്ലെ എന്തെങ്കിലും കടം കൊടുത്തിട്ടോ അല്ല KSF ചിട്ടി അങ്ങനെ എന്തെങ്കിലും പൈസ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള പൈസ കിട്ടാനെടുക്കാനും ഒക്കെ ഉള്ള ഒരു 14 കഴിഞ്ഞിട്ട് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീട് വെക്കാന്, വണ്ടി വാങ്ങിക്കാനും എടുക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു വളരെ അനുകൂലമായിട്ടുള്ള സമയം. വണ്ടി മോടി പിടിപ്പിക്കാന്, വീടൊക്കെ മോടി പിടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയം. റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ, അതുപോലെ നമ്മുടെ വീട്ടിലെന്തെങ്കിലുമുള്ള വൃക്ഷങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നുള്ള ഒരു ആദായം കിട്ടാൻ, കൃഷി സംബന്ധമായിട്ട് ആദായം കിട്ടാൻ, അല്ലെന്നൊരു ക്ഷീര കർഷകർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് ഒക്കെ തിരിച്ചു വരാനും, പുതിയ പ്രണയബന്ധം ഉണ്ടാകാനും, പ്രണയ സാഫല്യം, ആ പ്രണയം തുറന്നു പറയാനും, പ്രണയം സഫലമാകാനും, കല്യാണം കഴിക്കാനും, പിന്നെ ജോലി കിട്ടാന്, അങ്ങനെ പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇതിനകത്ത് ഈ ചാർട്ട് കൊടുത്ത പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ആ ചാർട്ടിനകത്ത് ഓരോ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്രകാരം എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കും. അതുപോലെ ഇതിനകത്ത് യോഗയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ ക്ലാസ് അങ്ങനെ പഠിക്കുക എടുക്കുക താല്പര്യം ഓൺലൈനായിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും എഡ്യൂക്കേഷൻ സെക്ടറിൽ അല്ലെങ്കിൽ മോസ്ക്, ചർച്ച് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനത്തിന് സോഫ്റ്റ്വെയർ അതിൻ്റെ ഡെമോ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ബോഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് വേണമെന്നില്ല. അല്ലെന്നൊരു നിങ്ങൾ ഏതൊരു പ്രൊഫഷണൽ കമ്പനിയാണെന്നൊരു നിങ്ങൾക്ക് ലോഗോ ക്രിയേഷന് സ്പെഷ്യൽ വേർഡിങ്സ് വേണമെന്നില്ല. അതുമല്ലെന്നൊരു നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ നെയിം അലൈൻമെൻറ്റ് ചെയ്തിട്ട്, നെയിം കറക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല എനർജി പാസ് ചെയ്യത്തക്ക രീതിയിലുള്ള ലോഗോയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി, അല്ല ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ വേദിക് അസ്ട്രോളജി, അല്ലെ ഇതുമല്ലെന്നൊരു AI റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാൻ, അല്ലെന്നൊരു ഈ പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് മാത്രമല്ല, നമുക്ക് നാഡി അസ്ട്രോളജി, അല്ലെങ്കിൽ ഈ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ന്യൂമറോളജി, ഈ പറയുന്ന നമ്മളെ കവർ ചെയ്യുന്ന സബ്ജക്ട്, അതുപോലെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള അസ്ട്രോ വാസ്തു ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്ന രീതിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വാട്സാപ്പ് നമ്പറിൽ. അല്ല ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ടെന്നില്ല, ലോഗോ ക്രിയേഷന്, ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് വാസ്തു, അല്ലെങ്കിൽ ഈ ന്യൂമറോളജി, അങ്ങനെ പല സബ്ജക്റ്റ് നമ്മുടെ കവർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് വീക്കിലി ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രഡിക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീക്കിലി ഉള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഇത് മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം വന്നിട്ടില്ല. നമ്മുടെ ഒരു ചാനലാണ് ഫസ്റ്റ് ടൈം ഈ മലയാളത്തിലെ ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായിട്ട് വീക്കിലുള്ള കാര്യങ്ങൾ ഇനിയും പ്രഡിക്ഷൻ വരും. അതറിയണമെന്നൊരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓരോ വീക്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റ് അറിയാം. ഈ ഒരു എത്ര സ്റ്റാർ ഉണ്ട് കാര്യങ്ങളെല്ലാം അതിന്റെയും അനുസരിച്ച് നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലേ പോലും ഈ ജസ്റ്റ് സ്റ്റാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾക്ക്